കൊന്നത്തടി പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന പണികൾക്ക് വേണ്ടത്ര ഗുണമേന്മ പാലിക്കാതെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ആരോപണം. മാസങ്ങൾക്ക് മുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ചതിലും ഇപ്പോൾ നടക്കുന്ന കോൺക്രീറ്റ് ജോലികളിലും ഗുണമേന്മ പാലിക്കപ്പെടുന്നില്ലെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. കൊന്നത്തടി പഞ്ചായത്തിൽ നടക്കുന്ന ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളിലാണ് വേണ്ടത്ര ഗുണമേന്മ പാലിക്കപ്പെടുന്നില്ലെന്ന ആരോപണം ഉയർന്നിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ടാണ് ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. റോഡിന്റെ വശങ്ങളിൽ കൂടി മണ്ണു നീക്കി പൈപ്പുകൾ സ്ഥാപിച്ചാൽ ആ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ കൊന്നത്തടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഗുണമേന്മയില്ലാത്തതെന്നാണ് ആക്ഷേപം. റോഡുകൾ മൊത്തം കുത്തിപ്പൊളിച്ചിട്ട് 15 സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടടുത്ത് ഇവർ വെറും 8 സെന്റിമീറ്ററാണ് കനമാണ് കൊടുക്കുന്നത്. ഇതിനുപയോഗിക്കുന്ന നിർമ്മാണ സാമഗ്രികളാകട്ടെ വളരെ ലോ ക്വാളിറ്റിയിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇവർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സൈറ്റ് സൂപ്പർവൈസർ ഇല്ല, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരില്ല. പൈപ്പുകൾ സ്ഥാപിക്കാൻ എടുക്കേണ്ടുന്ന കുഴിയുടെ ആഴത്തിലും ഈ ഭാഗം ഉറപ്പിക്കാൻ ചെയ്യുന്ന കോൺക്രീറ്റിന്റെ അളവിലും ആക്ഷേപം ഉയരുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം കൃത്യമായി ഉണ്ടാകുന്നില്ലെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. പഞ്ചായത്ത് പരിധിയിൽ ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടിറക്കിയ കമ്പളികണ്ടത്തെ മിനി സ്റ്റേഡിയം ചെളിക്കുണ്ടായി മാറിയ സ്ഥിതിയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.